ഹബീബായ നബി തങ്ങൾ പറയുകയാ, എല്ലാ ദിവസത്തിലും ആകാശം അല്ലാഹുവോട് ചോദിക്കുന്നുവത്രേ. രാത്രി അർദ്ധരാത്രിയിലേക്ക് പോകുമ്പോൾ, കൂരിരുട്ടിലേക്ക് കടന്നു പോകുമ്പോ എല്ലാ ദിവസവും അല്ലാഹു ജല്ല ജലാലുവിനോട് ആകാശം ചോദിക്കുന്നു, അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമകളെ, ഈ ഭൂമിയിലുള്ള അടിമകളെ കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് റബ്ബേ, വല്ലാത്ത സങ്കടമുണ്ട്. അവർ നിസ്കരിക്കുന്നില്ല, അവർ നിനക്ക് തസ്ബീഹുകൾ ചൊല്ലുന്നില്ല അല്ലാ, അവർ നിന്നെ ഓർമ്മിക്കുന്നില്ല അല്ലാ, അവർ നിന്നെ തിരസ്കരിക്കുന്നു അല്ലാ, അവർ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലാ. അത് കാണുമ്പോ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആകാശം പടച്ചോനോട് പറയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആകാശം പടച്ചോനോട് ചോദിക്കുന്നത്, റബ്ബേ, എന്റെ അരികിൽ ഒരുപാട് ശുഹുബുണ്ടല്ലോ, സവാക്കിബുകളുണ്ടല്ലോ, ഉൽക്കകളുണ്ടല്ലോ, കൊള്ളിമീനുകളുണ്ടല്ലോ. ആ ഉൽക്കകളും എസ്റ്റീരിയോയിഡ്സും കൊള്ളിമീനുകളും ജനങ്ങൾക്കുമേൽ ഇറക്കിയിട്ട് അവർ നശിപ്പിച്ച് കളയട്ടെയോ അല്ലാ. നിന്നെ മൈൻഡ് ചെയ്യാത്തവരെ എന്തിനാണ് ദുനിയാവിൽ അവശേഷിപ്പിക്കുന്നത് റബ്ബേ എന്ന് എല്ലാ ദിവസവും ആകാശം പടച്ചോനോട് ഭൂമിയിലുള്ള മനുഷ്യരെ ജിന്നുകളെ നശിപ്പിക്കാൻ വേണ്ടി സമ്മതം ചോദിക്കുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതേസമയം ഭൂമി ചോദിക്കുമത്രേ, അല്ലാ അല്ലാ, ഈ ദുനിയാവിൽ റഹ്മാനായ റബ്ബേ, ധിക്കാരപൂർവം നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ നീ പറഞ്ഞത് കേൾക്കാതെ അനുസരിക്കാതെ നടക്കുന്ന എത്രയെത്ര ആളുകളാണുള്ളത് അല്ലാഹുവേ. അവരെ കാണുമ്പോൾ അവർ നിന്റെ ആഹാരം ഭുജിച്ചുകൊണ്ടല്ലയോ ജീവിക്കുന്നത്, നീ തന്ന വസ്ത്രം ധരിച്ചുകൊണ്ടല്ലയോ അവർ നടക്കുന്നത്, നീ കൊടുത്ത വീട്ടിലല്ലയോ അവർ താമസിക്കുന്നത്. അല്ലാഹുവേ, അത് കാണുമ്പം വിഷമമുണ്ട്. അവരെ ഭൂകമ്പം വരുത്തിയിട്ട് നശിപ്പിച്ച് കളയട്ടെയോ അല്ലാഹുവേ. അർദ്ധരാത്രി ഭൂമി പടച്ചോനോട് മനുഷ്യനെ നശിപ്പിക്കാൻ സമ്മതം ചോദിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അതേസമയം തന്നെയാണ് 7 കടലുകളും പടച്ചോനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, മനുഷ്യർ ഭൂമിയിൽ ഇവിടെ നടക്കുന്നത് കാണുമ്പോ ധിക്കാരികളാണവര്, അനുസരണയില്ലാത്തവരാണവര്. അല്ലാഹുവേ, ഇവരെ ഞങ്ങൾ നശിപ്പിക്കട്ടെയോ. കടൽ, ഞങ്ങൾക്കൊരു ശക്തി നീ തന്നിട്ടുണ്ടല്ലോ, സുനാമി. ഈ ഭീകരമായ തിരമാലകൾ കൊണ്ട് അവരെ പൊതിഞ്ഞ് അവരെല്ലാവരെയും അങ്ങ് പോയി നശിപ്പിക്കട്ടെ ഞങ്ങൾ. കടലിന്റെ വെള്ളം പടച്ചോനോട് സമ്മതം ചോദിക്കും എല്ലാ ദിവസവും മനുഷ്യരെ നശിപ്പിക്കാനായി. അപ്പോഴൊക്കെ പടച്ചോൻ ഒന്നുകൂടിയുണ്ട്, പർവ്വതങ്ങൾ റബ്ബിനോട് സമ്മതം ചോദിക്കും, അല്ലാ, ഈ മനുഷ്യരെ കാണുമ്പോ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നു. നിന്റെ ഭക്ഷണം ഭുജിച്ച്, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ ഭൂമിയിൽ അവർ കുരുത്തക്കേട് കാട്ടി നടക്കുമ്പോ ഞങ്ങൾക്കത് സഹിക്കുന്നില്ല അല്ലാ, ഞങ്ങൾ നശിപ്പിക്കട്ടെ. ഈ പർവ്വതങ്ങൾ അവരുടെ മുകളിലേക്ക് അങ്ങ് വീണാൽ അവർ നശിച്ചു പോകൂലേ അല്ലാ, നീ ഒന്ന് സമ്മതം തരുമോ, നീ ഒന്ന് സമ്മതം തരുമോ അല്ലാഹുവേ. ഈ മറുപടിക്ക് ഇങ്ങനെ കേൾക്കുമ്പോ അള്ളാഹു പറയുന്ന ഒരു പറച്ചിലുണ്ട്, എന്റെ അടിമകളെ പഠിച്ചത് ഞാനാണ്, നിങ്ങളല്ലല്ലോ അവർക്ക് തിന്നാൻ കൊടുക്കണത്, അവരെന്റെ കുടുംബക്കാരാണ്. പടച്ചോൻ പറയാ, അവര് കുരുത്തക്കേട് കളിക്കും, പക്ഷെ അവർ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ചോദിച്ചാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. ലൗ ഖലഖ്തുമൂഹും ലറഹിംതുമൂഹും എന്ന് അല്ലാഹു മറുപടി പറയുന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലൗ ഖലഖ്തുമൂഹും ലറഹിംതുമൂഹും, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഞാനാണ് അവരെ പഠിച്ചതെങ്കിൽ, മനുഷ്യരെ പഠിച്ചത് ഞാനാണെങ്കിൽ അവരോട് കരുണ ചെയ്യാനും എനിക്കറിയാം. എന്നെ പഠിപ്പിക്കേണ്ട വിഷയത്തിൽ മനസ്സിലായില്ലേ, എന്റെ അടിമകളെ ശിക്ഷിക്കാൻ നിങ്ങൾ